ജീവിക്കുന്ന കാലഘട്ടമാ. ഈ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാൽ 25% കൂടിയിരിക്കുകയാണ്. ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. പടച്ചവനെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുകയാണ്. പടച്ചവനെ രോഗം വന്നാ മരണമാണ്, കടം വന്നാ മരണമാണ്, സങ്കടം വന്നാ മരണമാണ്. പടച്ചവനെ ഒരു വഴക്ക് കൂടിയാൽ മരണമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നിനക്കറിയുമോ മോനെ, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടല്ലോ. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരറിവാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. കാരണം നബിതങ്ങളാണ് പറഞ്ഞത്, ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കൂല, അവന് സ്വർഗം ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എടാ കള്ള് കുടിച്ചാൽ പുറത്തു തരും, വ്യഭിചരിച്ചാൽ അല്ലാഹു പുറത്തു തരും, എന്തു പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരും. നീ പടച്ചവനോട് തൗബ ചെയ്താ മതി. എന്നാൽ ആത്മഹത്യ ചെയ്തവന് തൗബയില്ലടോ. അവൻ എവിടെ പോയി തൗബ ചെയ്യാനാണ്? അവന് സ്വർഗം ഹറാമാണ്, അവന് സ്വർഗം ഹറാമാണ്. ഒരിക്കൽ നബിതങ്ങളുടെ കാലഘട്ടത്തില് വാളുപോലെ ഉള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക. സ്വഹാബാ, നബിതങ്ങൾ നിസ്കരിച്ചില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അത് അത്രയും വലിയ പാപമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റബ്ബിനോട് ദുആ ചെയ്യുന്നവർ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ, അവർക്ക് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറയുമ്പോൾ ഇരിക്കുന്നവരുടെ കയ്യിൽ കാണാൻ ഒരു വാർത്ത കിട്ടിയ, സുബ്ഹാനല്ലാഹ്, എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പെങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് തോന്നി, അല്ലാ, ഞാൻ ചെയ്തത് പാവം പടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുവോ? അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ അള്ളാഹിനോട് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട്. അപ്പൊ എല്ലാത്തിനും അറിയാം, എല്ലാത്തിനും ഇത് അറിയാം. നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കാവൂ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ദന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കുക. അത് അവർ സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈ മന്ദിരം നമ്മുടെ കയ്യിൽ എന്നാണ് ഒരു വാർത്ത കിട്ടിയ